ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, കുരിശിൻ്റെ വഴിയിലെ മാതൃത്വത്തിൻ്റെ വികാരം ഏറ്റവും മനോഹരമായിട്ട് വരച്ചു കാട്ടുന്ന ഒരു രംഗമാണ് 13-ാം സ്ഥലം. കുരിശിൽ നിന്ന് ഇറക്കിയ ഈശോയുടെ തിരുശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. യോഹന്നാൻ തൻ്റെ പീഡാനുഭവ വിവരണത്തിലെ മറിയത്തെ കുരിശിൻ്റെ താഴെ നിർത്തുന്നു. ആ രംഗം ഒരുപക്ഷെ കലാപരമായിട്ട് വികാരപരമായിട്ട് ആവിഷ്കരിച്ചതാണ് ഈ 13-ാമത്തെ സ്ഥലം. പത്രോസിൻ്റെ ബസിലിക്കായിലെ മൈക്കിൾ ആഞ്ചലോയുടെ പിയേത്ത കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ ശില്പത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. ഒരു മാതൃത്വം അനുഭവിച്ച മഹാദുഃഖം. ഒരുപക്ഷെ മടിയിൽ ഈശോയെ കിടത്തിയ അമ്മ ഈ ലോകത്തോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ശെമയോൻ്റെ പ്രവചനമാണ്. ഈശോയെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. അതേക്കുറിച്ച് ഫുൾട്ടൻ ജീഷൻ പറയുന്ന ഇപ്രകാരമാണ്: ഹൃദയത്തിൽ കാൽവരി സൂക്ഷിക്കുന്നത് ആരാണോ അവനാണ് ക്രിസ്തു ശിഷ്യൻ. മറിയം ഈശോയെ മടിയിൽ കിടത്തിയത് ഓർമ്മപ്പെടുത്തലാണ്. ഹൃദയത്തിൽ കാൽവരി സൂക്ഷിക്കാനുള്ള ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ വെല്ലുവിളി. 2, കുരിശിൻ്റെ താഴെ നിൽക്കുന്ന മറിയം കാനായിലെ കല്യാണ വിരുന്നിൽ പറഞ്ഞ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മകനെ അവർക്ക് വീഞ്ഞില്ല. എൻ്റെയും നിങ്ങളുടെയും സങ്കടങ്ങൾ, നിങ്ങളും ഞാനും അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, പ്രതിസന്ധികൾ അത് ഒറ്റപ്പെട്ടതല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കുരിശിൻ്റെ താഴെ ഈശോയുടെ അമ്മയുണ്ട്. ഈശോയുടെ അമ്മ എൻ്റെയും നിങ്ങളുടെയും പൊന്നമ്മയാണ്.